എൻ്റെ തൊട്ട് സൈഡിൽ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോയിലേക്ക് ഒന്ന് നോക്കണേ. ഒരു 19 വയസ്സുകാരി പെൺകുട്ടി സ്വന്തം അധ്വാനം കൊണ്ട് ഒരു വീട് വെച്ചതിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ്. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ ഒരു നേട്ടമാണ്. പക്ഷേ ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കിക്കേ. 18-ാം വയസ്സിൽ നീ ദുബായിൽ പോയിട്ട് 25 ലക്ഷം ഉണ്ടാക്കിയെങ്കിൽ നിന്റെ ജോലി എന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? പരുഷമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് മറുപടി പറയുന്നത് മറ്റൊരുത്തൻ, ബ്രോ ചോറ് തിന്നുന്ന ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാകും. വേറൊരാൾ പിന്നെ ഇത്തിരി മര്യാദയൊക്കെ ഉണ്ട്, പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഡൗൺ പേയ്മെൻറ്റ് മാത്രം കൊടുത്ത് ബാക്കി EMI ആകും. ഒരു ചെറിയ വീട് കാണുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കിയെന്നറിയുമ്പോൾ കാണുന്ന ഫ്രസ്ട്രേഷൻസ് ആണ് ഇതൊക്കെ. ഇത്രത്തോളം നിഷ്ക്രിയരായ, മറ്റുള്ള ആളുകളിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. തൊഴിലില്ലായ്മ ഇക്കൂട്ടരൊക്കെ പറയുന്ന ഒരു ഒഴിവ് കഴിവാണ്. അതിനെ ഒന്ന് പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. ഈ വീഡിയോ 100 പേർക്ക് ഷെയർ ചെയ്ത ബാബുവിന് PSC അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ട്. 1000 പേർക്ക് ഷെയർ ചെയ്തിട്ടുള്ള ബക്കർ നേസി മുറിയിൽ കറങ്ങുന്ന കസേരയിൽ ബുർജ് ഖലീഫയിൽ മാനേജറായിട്ടിരിക്കുന്നു. ഈ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്ത സുമ, അവൾ ഡിഗ്രിക്ക് തോറ്റു. ഇനി വിഷയത്തിലേക്ക് വരാം. ലോകാരംഭം മുതൽ മനുഷ്യൻ അതിജീവിച്ച് ഇവിടെ വരെ എത്തിയത് ഏതോ ഒരുത്തൻ തൊഴിലുണ്ടാക്കി കൊടുത്ത് ശമ്പളം നൽകി, അല്ലെങ്കിൽ സർക്കാർ രൂപീകരിച്ച് സർക്കാർ ജോലി നൽകി ശമ്പളം കൊടുത്ത് പെൻഷൻ കൊടുത്തല്ല. അസ്ഥിരമായിട്ടുള്ള പല സാമ്പത്തിക ചുറ്റുപാടുള്ള രാജ്യങ്ങളിലും ആളുകൾ പണക്കാരായിട്ട് മാറുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. മലയാളികളിലെ ചിലർ രക്ഷപ്പെടാത്തത് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. എല്ലാം ആരെങ്കിലും കൊണ്ടുവന്ന് തരണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രക്ഷപ്പെട്ട വഴി പറഞ്ഞാൽ അത് കോപ്പി അടിക്കാം. സ്വന്തമായിട്ടൊരു ചിന്തയോ ഇന്നോവേഷനോ ഇല്ല. മുക്കിനും മൂലയിലും ബൺമസ്ക വിൽക്കാനായിട്ട് ഒരു കാലത്ത് കുറേയധികം ആളുകൾ ഓടി നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി പണം ഉണ്ടാക്കിയാൽ അതിന് പിന്നിൽ ഇമ്മോറൽ വർക്കുകളാണെന്ന് വരെ പറഞ്ഞു വരുത്തുന്ന സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ആൺകുട്ടി കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കിയാൽ അവൻ കള്ളപ്പണക്കാരൻ അല്ലെങ്കിൽ കള്ളക്കടത്തുകാരൻ. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, മത്സര പരീക്ഷകളെ അതിജീവിച്ച് ഒരാൾ പഠിച്ച് ഒരു വലിയ ഡോക്ടറായിട്ട് നല്ല നിലയിലെത്തിയാൽ, സമ്പന്നനായി കഴിഞ്ഞാൽ, നാട്ടുകാർ അയാൾക്ക് സ്കാനിങ് സെന്ററിൽ നിന്നും ഫാർമ കമ്പനികളിൽ നിന്നും കമ്മീഷൻ അടിക്കുന്നവനാണ് എന്നുള്ളൊരു പട്ടം കൂടി ചാർത്തി കൊടുക്കും. ഒരു നഴ്സിനെ വിവാഹം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഭാര്യ നഴ്സായതുകൊണ്ടോ വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു കുടുംബത്തിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന ഭർത്താവിനെ കുറിച്ചിട്ട് നാട്ടുകാർ ഇങ്ങനെ പറയും, അവൻ പാവാട വിസയിൽ പോയവനാണ്. എന്താണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഈ ചിന്താഗതി? മറ്റൊരാൾ വിജയിക്കുന്നത് കാണുമ്പോൾ അവരുടെ നേട്ടങ്ങളെ തരം താഴ്ത്താനും അവരുടെ മനസ്സിൽ ഒരുതരം കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റ് ഉണ്ടാക്കാനും ഇവിടുത്തെ ചില ആളുകൾക്ക് വല്ലാത്തൊരു ആവേശമാണ്. സത്യത്തിൽ ഈ പുവർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ജീവിതത്തിൽ ആകെ വിജയിക്കുന്നത് മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ഈ കുറ്റബോധം നട്ടുമുളപ്പിക്കുന്ന ആ ഒരു പരിപാടി മാത്രമാണ്. എത്രയൊക്കെ നേട്ടങ്ങൾ നിങ്ങൾ നേടിയാലും നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചിട്ടൊരു മതിപ്പില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മതിപ്പില്ലായ്മയ്ക്ക് കാരണമാകുന്നത് ചുറ്റിനുമുള്ള പരാജിതരുടെ ഇമാതിരി പണികൾ കൊണ്ടാണ്. മറ്റുള്ളവൻ അധ്വാനിച്ച് മുന്നേറുമ്പോൾ വെറുതെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഇവിടുത്തെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള യുവാക്കൾക്ക് ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ ദഹിക്കത്തില്ല. പ്രിയപ്പെട്ട പുതിയ തലമുറയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാട്ടിലെ കിളവന്മാരെയും അസൂയക്കാരെയും ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ ജീവിതം കളയേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് പണിക്ക് പോകാം. അതിന് ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ പോലും പണിയുണ്ട്, ചെയ്യാനായിട്ട് ആളില്ല. നിങ്ങൾക്ക് ഗുണപ്രദമായേക്കാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, യഥാർത്ഥ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. ഭാവിയിൽ ജോലി മേഖലകളിൽ മാറ്റം വന്നാലും നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിക്ഷേപങ്ങൾ നടത്തി തുടങ്ങുകയാണ് വേണ്ടത്. അത്തരത്തിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിക്ഷേപങ്ങൾ നടത്തി തുടങ്ങണമെന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ് ലൈഫും ചേർന്ന് PNB മെറ്റ് ലൈഫിന്റെ എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട് NFO ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 13 വരെ മാത്രമേ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാനും മലയാളത്തിൽ സംശയങ്ങൾ ചോദിക്കാനും വേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. NAV 10 രൂപയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ മാർക്കറ്റ് നിക്ഷേപം ആണെങ്കിലും നിക്ഷേപിക്കുന്ന പണം 100% സുരക്ഷിതമായ രീതിയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കാനും അവസരമുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ വർഷവും 25% ശരാശരി റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. ഇവിടെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കാണ് നമ്മുടെ പണം പോകുന്നത്. അതായത് നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാവുകയും പിന്നെ മാർക്കറ്റ് കയറുമ്പോൾ അത് ലാഭമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യേണ്ട, എല്ലാം ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും ചെയ്യുക. അതുമാത്രമല്ല, പ്രവാസികളൊക്കെ മാസം 18,000 രൂപയൊക്കെ വെച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ലാഭത്തിൽ 1 രൂപ പോലും ടാക്സ് നൽകേണ്ടതുമില്ല. ഇതെല്ലാം ഈ നിക്ഷേപത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ലിങ്കും ഡീറ്റെയിൽസും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട് കേരളം 100% സാക്ഷരതയുള്ള നാടാണെന്ന്. എന്നാൽ ഈ സാക്ഷരതയ്ക്ക് പിന്നിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഒളിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ സമ്മതിക്കില്ല. യഥാർത്ഥ ഡാറ്റകൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന യൂത്ത് അൺഎംപ്ലോയ്മെന്റ് നിരക്കുകളിൽ ഒന്നാണ് കേരളത്തിലുള്ളത്. യുവാക്കൾക്കിടയിൽ ഏകദേശം 29.9%, സ്ത്രീകളിൽ അത് 47.1%. എന്നാൽ ഇതേ നാട്ടിൽ തന്നെയാണ് മറ്റൊരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്, തൊഴിൽ ക്ഷാമം. നിർമ്മാണ മേഖലയിലും ഹോട്ടലുകളിലും കൃഷിയിലും
യിലും പ്ലൈവുഡ് ഇൻഡസ്ട്രികളിലും പണിയെടുക്കാൻ ആളില്ലാത്ത കമ്പനികൾ പൂട്ടുന്ന വാർത്തകൾ നമ്മൾ കേട്ടു. സത്യത്തിൽ ഇവിടെ ജോലികളില്ലാത്തതാണോ? അല്ല, നമ്മൾ ജോലികൾ തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ചൂസിനെസ് ആണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ദിവസേനയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ജോലികൾ ചെയ്യാനായിട്ട് നാണക്കേടാണ്. എല്ലാവർക്കും ആളുകളുടെ ആഡംബരങ്ങൾക്ക് പിന്നാലെ പോകാനാണ് താല്പര്യം. മുന്നേ ഞാൻ പറഞ്ഞ അന്യ സംസ്ഥാനക്കാർ ചെയ്യുന്ന ആ ഒരു ജോലിയൊക്കെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിൽ പല ആളുകളും ചെയ്യും. വിദേശത്ത് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലോ അതിനുള്ള വിദ്യാഭ്യാസമോ പണമോ ഇല്ല എന്നുണ്ടെങ്കിലോ ചെയ്യില്ല, നാട്ടിൽ വെറുതെ ഇരിക്കും. നമ്മുടെ നാട്ടിലെ 2 യുവാക്കളുടെ ഉദാഹരണം പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകാം. സുമേഷ് എന്ന 30 വയസ്സുകാരൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയാമോ? ഗവൺമെൻറ് PSC പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 40 വയസ്സിലേക്ക് നീട്ടിയിരിക്കുന്നു. അതായത് തൻ്റെ 40-ാം വയസ്സിൽ ഒരു സർക്കാർ ജോലി കിട്ടുമെന്ന് വെറും പ്രതീക്ഷയിൽ അയാൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രൊഡക്റ്റീവായ 14-15 വർഷങ്ങൾ വെറുതെ കളഞ്ഞിട്ട് ആശ്വസിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് അതിൽ നിരാശയില്ല. ഇനിയും 10 വർഷം കാത്തിരിക്കാൻ പുള്ളി റെഡിയാണ്. ഇനി ബിബീഷിന്റെ കാര്യം പറയാം. ബിബീഷ് പല റാങ്ക് ലിസ്റ്റിലും കാലങ്ങളായിട്ടുണ്ട്. വയസ്സ് 35. ഇപ്പോൾ ചെയ്യുന്ന കാർപ്പൻ്റർ പണിക്ക് നല്ല വരുമാനമുണ്ട്. കുടുംബപരമായിട്ട് നല്ല പേരും പെരുമയുള്ള ആശാരിമാരാണ്. ബിബീഷ് ആണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കോൺട്രാക്ടർ കൂടിയാണ്. പക്ഷെ ആത്മാർത്ഥതയില്ല, പണി ഉഴപ്പാണ്, സമയത്ത് തീർക്കില്ല, കുലത്തൊഴിലുമാണ്. വീട്ടുകാർക്കാണെങ്കിൽ വലിയ വിഷമൊക്കെ ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ കയർക്കും, വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ കയർക്കും. ഗവൺമെന്റ് കസേരയാണ് ലക്ഷ്യം. ഇനി അപ്പുറത്ത് അനീഷിന്റെ കഥ പറഞ്ഞാൽ അനീഷ് ഇപ്പോഴും കോച്ചിങ് സെന്ററുകളുടെ പടികൾ കയറി ഇറങ്ങുകയാണ്. ഇടയ്ക്ക് ആപ്പിലേക്കൊക്കെ ഒന്ന് മാറിയായിരുന്നു, വീണ്ടും സെന്ററുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇനി ഇവരുടെയൊക്കെ അയൽവക്കത്തുള്ള ടിൻഡുമോനെ കുറിച്ചിട്ട് പറഞ്ഞാൽ നീറ്റ് പരീക്ഷ പാസ്സാകാനോ ഒരു മെഡിക്കൽ സീറ്റ് ഒപ്പിക്കാനോ ഉള്ള ഒരു കപ്പാസിറ്റിയും അവനില്ല എന്നുള്ളത് അവന് തന്നെ അറിയാം. പക്ഷെ അവൻ്റെ കുടുംബത്തിന് അവൻ മറ്റെന്തെങ്കിലും സാധാരണ ജോലിക്ക് പോകുന്നത് വലിയ നാണക്കേടാണ്. അച്ഛൻ ഗൾഫിൽ പ്രൈവറ്റ് മെഡിക്കൽ സീറ്റിനുള്ള കാശ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പ്രൈവറ്റ് സീറ്റെങ്കിലും കിട്ടിയാൽ മതി. എങ്ങനെയെങ്കിലും കടന്നുകൂടി MBBS എടുത്താൽ അതുകൊണ്ട് മാത്രം സ്വപ്നം ഭാവി ഉണ്ടാവില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മളെന്താ ഇങ്ങനെ? നാട്ടിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചൈനയിലോ കസാക്കിസ്ഥാനിലോ ഉസ്ബെക്കിസ്ഥാനിലോ കിട്ടുമെങ്കിൽ അവിടെ പോയി സർട്ടിഫിക്കറ്റ് വരെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ. മൊത്തത്തിൽ ലഭ്യത കൂടുമ്പോൾ ആർക്കും ശമ്പളമില്ലാത്തൊരവസ്ഥ നാട്ടിലുണ്ട്. ഇനി ഇതൊന്നും അല്ലാത്ത നമ്മൾക്കൊന്നും തീരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കോൺട്രാസ്റ്റ് പിടിച്ചു നോക്കാം. അനുദിന ജോലികൾ. തമിഴ്നാട്ടിൽ നിന്ന് മണ്ണന്മാർ ഇവിടെ വന്ന് ചായക്കടകളും വടക്കടകളും ഒക്കെ ഇട്ടിട്ട് ലക്ഷങ്ങൾ കൊണ്ടുപോവുകയാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് ഭായിമാർ വന്നിട്ട് പാനിപ്പൂരി വിറ്റ് വലിയ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ പണി ചെയ്യാനായിട്ടൊരു നാണക്കേടുമില്ല. അവരുടെ വിജയത്തിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ആളുകളുടെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കച്ചവടമാണ് അവർ ചെയ്യുന്നത്. എന്നും ആവശ്യമുണ്ട്, എന്നും വരുമാനമുണ്ട്, കടങ്ങളില്ല, സമ്പാദ്യമുണ്ട്, മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. മലയാളികൾ ഇങ്ങനെ ഷോറൂം ഇട്ട് ആളുകളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള, നീഡ്സിന് വേണ്ടിയുള്ളതല്ല, വാൺസിന് വേണ്ടിയുള്ള കച്ചവടം മാത്രം നടത്തുന്നു. വാങ്ങുന്നവനും വിൽക്കുന്നവനും ബാധ്യതക്കാരനാണ്. അതിൻ്റെ ഉദാഹരണമാണ് യൂസ്ഡ് കാർ ഷോറൂമുകൾ, ഹെവി ഫിനാൻസിൽ റീഫിനാൻസിൽ യൂസ്ഡ് കാറുകൾ വാങ്ങുന്ന ആളുകൾ, യൂസ്ഡ് ബൈക്ക് ഷോറൂമുകൾ, ഇലക്ട്രോണിക്സ് കടകൾ. ഇതൊക്കെ വാങ്ങിയിട്ട് അണ്ണന്മാരുടെ ചായക്കടയിൽ നിന്ന് 15 രൂപയുടെ ചായയും കുടിച്ച് സിഗരറ്റും വലിച്ച് ജോലിയിലെ ടെൻഷൻ കാരണം തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞ് കഷണ്ടിയായിട്ട് നിൽക്കുന്ന ഒരു കോർപ്പറേറ്റ് IT ജീവനക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ ഒരു മാസം തികച്ച് 50,000 രൂപ എടുക്കാനായിട്ടില്ല. അത് കണ്ണിൽ കാണാറില്ല. പകുതിയും പലപ്പോഴും മുക്കാലും ജീവിത ചെലവുകൾക്കായിട്ടാണ് മുടക്കുന്നത്. വെറും ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് അവൻ ജീവിക്കുന്നത്. എന്നാൽ സൊസൈറ്റിക്ക് മുൻപിൽ അവൻ വലിയ കോർപ്പറേറ്റ് ജീവനക്കാരനാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു പിരിച്ചുവിടലും പേടിക്കുന്നുണ്ട്. ഇവിടെ അവൻ്റെ ആഗ്രഹമായിരുന്നു ആ ഒരു ജോലി, ആ ഒരു സ്റ്റാറ്റസ്. പക്ഷേ ആവശ്യങ്ങൾക്ക് ദാരിദ്ര്യമാണ് താനും. നമുക്കെല്ലാം ആഗ്രഹമാണ്. എങ്ങനെയാണ് ആഗ്രഹം രൂപപ്പെടുത്തുന്നത്? മറ്റുള്ളവരെ കണ്ട് മാത്രം. ഉള്ളിലേക്ക് നോക്കി നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. ജോലി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പണിക്കും പോകും. നമുക്ക് ജോലി ആഗ്രഹമാണ്. ഒരു സർക്കാർ ജോലി, ഒരു വിദേശ ജോലി, ഒരു അധ്യാപക ജോലി. അവസാനം ഗതിയില്ലാത്ത പ്രായത്തിലെത്തുന്ന സമയത്ത് എല്ലാ പണിക്കും പോകാൻ പറ്റാത്ത ആരോഗ്യവും മനസ്സുമായി പോകും. ഇപ്പോൾ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മജോറിറ്റിക്കും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും വേണം. 1 കോടി രൂപ കടം വാങ്ങി വലിയ ലക്ഷറി റെസ്റ്റോറൻറ്റ് ഇട്ട് ബിരിയാണി വിൽക്കാനായിട്ടാണ് നമുക്ക് താല്പര്യം. കയ്യിൽ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ, ഭീമമായിട്ടുള്ള ലോൺ ബാങ്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു അവസരവുമില്ല, ഗവൺമെൻറ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ പല ആളുകളും പരാതിപ്പെടും. തീരെ അടിസ്ഥാന വർഗം അല്ലെങ്കിൽ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മളിൽ പല ആളുകളും ഒന്ന് ഇറങ്ങി പണി ചെയ്യാനായിട്ട് റെഡിയാവുന്നത്. നമ്മുടെ ഈ മണി മൈൻഡ് സെറ്റ് തികച്ചും തെറ്റാണ്. തെങ്ങ് കയറുന്നത് കണ്ടിട്ടില്ലേ? പടവുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചവിട്ടി വേണം തെങ്ങിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. അല്ലാതെ ഒറ്റച്ചാട്ടത്തിന് മുകളിലേക്ക് എത്താമെന്ന് വിചാരിച്ച് ചാടിക്കഴിഞ്ഞാൽ വീഴും, നാടുകൂടിയും. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വർഷാവർഷം വരുന്ന LDC പരീക്ഷകൾക്കും മറ്റ് PSC പരീക്ഷകൾക്കുമായിട്ട് ഇങ്ങനെ വാരി നിൽക്കുന്നത്. ഈ പരീക്ഷകളിൽ ഭൂരിഭാഗം പേരും പരാജയപ്പെടുമെന്നത് ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഉറപ്പാണ്. ലോട്ടറി പോലെയൊക്കെയാണ്. കാരണം ഒഴിവുകൾ വെറും ആയിരങ്ങൾ മാത്രമായിരിക്കും. എങ്കിലും ആ ഒരു ചെറിയ സാധ്യതയ്ക്ക് പിന്നാലെ പോയി തങ്ങളുടെ 20കളിലെയും 30കളിലെയും ക്രിയേറ്റീവ് എനർജി മുഴുവൻ ഇവിടുത്തെ യുവാക്കൾ ഹോമിക്കുകയാണ്. ഈ സമയത്ത് അവർ ഒരു ചെറിയ സ്റ്റാർട്ടപ്പോ ഫ്രീലാൻസിങ് കരിയറോ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത സംരംഭമോ തുടങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ, മിനിമം എന്തെങ്കിലും ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ GDP ഇപ്പോൾ എവിടെ എത്തുമായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ?
കുടുംബങ്ങളുടെയും സൊസൈറ്റിയുടെയും ഭാഗത്തു നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രഷറാണ് കുട്ടികളെ ഇതിലേക്ക് തള്ളിവിടുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ മെഡിസിൻ, അതും അല്ലെങ്കിൽ PSC കോച്ചിങ്, ഇതിനപ്പുറത്തേക്ക് ഒരു കരിയർ ഉണ്ടെന്ന് നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നതേയില്ല. ലോകം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡിജിറ്റൽ എക്കോണമിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, പാരമ്പര്യ ടെക് ജോലികൾ ഇല്ലാതാകുമ്പോൾ നമ്മളിപ്പോഴും 80കളിലെയും 90കളിലെയും അതേ സങ്കല്പങ്ങളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇന്ന് കുറേ യങ്ങായിട്ടുള്ള കുട്ടികൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ കൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതൊന്നും നമ്മളിപ്പോഴും പാടാക്കുന്നില്ല. നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ നോക്കുന്നത് എങ്ങനെയാണ്? അവരെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ജനിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെ. അല്ലാതെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല. ആ ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല. പുതിയ കാലത്ത് ധാരാളം പാർട്ട് ടൈം ജോലികളുണ്ട്. വിദേശത്തേക്ക് പോയി നമ്മുടെ പിള്ളേർ അടിമപ്പണി എടുക്കുന്നുണ്ട്. ഫ്രീലാൻസിങ് സാധ്യതകൾ നാട്ടിൽ തന്നെയുണ്ട്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും കഴിവുണ്ടായിട്ട് നമ്മളുടെ യുവാക്കളെ കുടുംബവും സൊസൈറ്റിയും ഒന്നും അതിലേക്ക് ഇറക്കി വിടുന്നില്ല. ഈ സ്റ്റീരിയോടൈപ്പ് ചിന്താഗതികൾ മാറാതെ കേരളത്തിലെ യുവാക്കളുടെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. ഞാൻ കുറച്ച് നാളായിട്ട് ചിന്തിക്കുന്ന ഒരു ആശയം ഇവിടെ പങ്കുവെക്കുകയാണ്. രാവിലെ 8 മണിക്ക് കോളേജ്, ഹൈസ്കൂൾ മുതലായിട്ടുള്ള ക്ലാസ്സുകൾക്ക് ആരംഭിക്കുക. ഉച്ചയാകുമ്പോൾ അവസാനിപ്പിക്കുക. ഒരു ദിവസം മുഴുവൻ വിദ്യാർത്ഥികളെ ഇട്ട് പുഴുങ്ങിയെടുത്ത് ക്ഷീണിപ്പിച്ചിട്ട് വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ അതുങ്ങൾ യാത്ര ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും അർദ്ധരാത്രിയാകും. പഠിക്കാനിരിക്കണമെങ്കിൽ പോലും സമയമില്ല. ഇനി അവനൊരു എൻ്റർടൈൻമെൻറ്റ് വേണം, പ്രായമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ രാത്രി ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. പിറ്റേന്ന് പ്രോപ്പർ ഉറക്കമൊന്നും ലഭിക്കാതെ വീണ്ടും ഈ ദുരിതത്തിലേക്ക് പോകണം. ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവർക്ക് താല്പര്യമുള്ള മേഖലകളിൽ ചെറിയ പാർട്ട് ടൈം ജോലികൾ ചെയ്യാം, തൊഴിൽ നൈപുണ്യം നേടാം. രാവിലെ ആൻഡ് വൈകിട്ടുള്ള ട്രാഫിക്കിലടക്കം ഒരു മാറ്റം ഉണ്ടാകും. ഒരു തിരക്കങ്ങോട്ട് കുറഞ്ഞു കിട്ടും. ഈ യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ നേടുന്ന ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ വരുമാനമാണ് നമ്മുടെ നാട്ടിലെ മികച്ച പ്ലംബർമാർക്കും ഇലക്ട്രീഷ്യന്മാർക്കും കാർ പെയിന്റിംഗ് വിദഗ്ധർക്കും ഒക്കെ വിപണിയിൽ ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? 2 കാര്യം. ഒന്ന്, ചെയ്യാനായിട്ട് ആളില്ല. പിന്നെ ഇപ്പോൾ ഉള്ള പല യങ്സ്റ്റേഴ്സിനും മിനിമം റിപ്പയർ ജോലികൾ പോലും ചെയ്യാനായിട്ട് അറിയില്ല. നല്ല വരുമാനമുള്ള മേഖലയാണ്, സാധ്യതയുണ്ട്. പക്ഷേ അവൻ ഇലക്ട്രീഷ്യൻ ആണെന്ന് നാട്ടുകാരോട് പറയാനായിട്ട് മാതാപിതാക്കളുടെ ഈഗോ അനുവദിക്കത്തില്ല. അതുകൊണ്ട് അവർ മക്കളെ കടം വാങ്ങി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ബിരുദെടുപ്പിക്കും. എന്നിട്ട് അവർ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയും. എന്തുകൊണ്ടാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിതം ഹോമിക്കുന്നത്? വിദ്യാഭ്യാസം എന്നത് നമ്മുടെ അറിവും ചിന്താശേഷിയും കൂട്ടാനാണ്. അല്ലാതെ ഇതൊരു 25 വർഷത്തെ പെൻഷൻ ജോലി തരുമെന്ന ചിന്തയിൽ ഇങ്ങനെ നിഷ്ക്രിയരായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസ് അല്ല. ധനിക കുടുംബത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ഞാൻ പറയുന്നത് പോലെയൊക്കെ വളരാൻ പറ്റൂ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആ ധനിക കുടുംബത്തിൽ ആദ്യമായി ദാരിദ്ര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ ഒരാളെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കൂ എന്നാണ്. അങ്ങനെയുള്ളവരാണ് ലോകത്തിലെ പല സമ്പന്നരും. സ്വന്തം അധ്വാനം കൊണ്ട് ഇൻഡിപെൻഡന്റ് ആവുക എന്നാണ് പ്രധാനം. നിങ്ങൾ പണമോ പദവിയോ കാണിച്ച് മറ്റുള്ള ആളുകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു മലയാളി ഇംപ്രസ് ചെയ്യുക എന്നത് ഇന്നത്തെ കാലത്ത് നടക്കാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഡോക്ടറേറ്റോ IAS പൊളിറ്റിക്കൽ പവറോ സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആളുകൾ അതിലൊക്കെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശരിയാണ്, ഈ വീഡിയോ കാണുമ്പോൾ ചില ആളുകൾ പറയും ഇവൻ വന്നിരുന്ന് ഉപദേശിക്കുന്നു, ഇവൻ എന്തറിയാം. ഈ ചാനലിൽ തന്നെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് 17 ജോലികളെ കുറിച്ചിട്ട്. ഞാൻ ചെയ്ത 17 ജോലികളെ കുറിച്ചിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടി അതൊന്ന് അനലിസ്റ്റ് ചെയ്തതാണ്. ഈ റൂമിലിരുന്ന് ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് സംസാരിക്കുന്ന ഈ ഒരു ഉള്ളടക്കത്തിലേക്ക്, കണ്ടന്റിലേക്ക് ഞാൻ എത്തിയത് ഒറ്റ ദിവസം കൊണ്ടല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത ജോലികൾ വളരെ കുറവാണ്. അതെല്ലാം ഞാൻ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പണത്തിന് കുറേയൊക്കെ അന്തസ്സ് നേടിത്തരാൻ പറ്റുമെന്നും ചെയ്യുന്ന ജോലിക്ക് യാതൊരുവിധ നാണക്കേടുമില്ലെന്നും ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ പരിഹാസച്ചിരികൾ ഉണ്ടായിരുന്നു, ഒരു ഗുണമില്ലാത്ത സഹതാപം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ഓരോ പണിക്കും ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് ഇന്നത്തെ സാറ്റിസ്ഫാക്ഷനാണ്. അതാണ് ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത്. സംതൃപ്തമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയത്. ശരിയാണ്, നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് വലിയ വീടൊന്നുമില്ല, ലക്ഷറി കാറൊന്നുമില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി, എത്രയോ ഇരട്ടി ഞാൻ നേടി എന്നുള്ളതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ട്. അതാണ് പരമപ്രധാനം. നിങ്ങൾക്കറിയാവോ, ഈ സമോവറിനകത്ത് ചായ അടിക്കുന്ന പരിപാടി, നല്ല നാടൻ ചായ അടിക്കുന്ന പരിപാടി, അത് എനിക്ക് നല്ല രീതിയിൽ അറിയാം. എത്രയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ജ്യൂസും ഷേക്കൊക്കെ ഉണ്ടാക്കും. ആ പണിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഊണിൻ്റെയൊക്കെ സമയത്ത് ഹോട്ടലിലെ സപ്ലൈസിൻ്റെ ഒരു സ്കില്ല് നിങ്ങൾ നോക്കിക്കാണണം. എനിക്ക് നല്ല സ്പീഡിൽ സപ്ലൈ ചെയ്യാനായിട്ട് അറിയാം. ഹോട്ടൽ കിച്ചണുകളിൽ വളരെ ഈസി ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. വെഡിങ് വീഡിയോഗ്രാഫി കാലങ്ങളോളം ചെയ്തിട്ടുണ്ട്. DSLRലേക്കുള്ള ഒരു മാറ്റം അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. നന്നായി. പിന്നീട് ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ, വീഡിയോ എഡിറ്റർ, കമ്പ്യൂട്ടർ മെക്കാനിക്ക്, ചാനൽ ക്യാമറമാൻ, കാർ വാഷ്. പിന്നെ അത് സ്വന്തമായിരുന്നു. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് എത്ര വണ്ടി കഴിയിരിക്കുന്നു. വീക്കെൻഡിൽ വണ്ടിയും കഴുകി തിങ്കളാഴ്ച കോളേജ് അധ്യാപകൻ്റെ റോളിലേക്ക്, അതും കേരളത്തിലെ അതിപുരാതനമായിട്ടുള്ള കലാലയത്തിൽ. ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. പണ്ടൊക്കെ ഇങ്ങനെ രാത്രി കാലങ്ങളിൽ കേറ്ററിംഗ് പണിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ വലിച്ച് വണ്ടിയിൽ കെട്ടി ചുമന്ന് വരുന്ന സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, വീട്ടിലെ അവസ്ഥ വളരെ മോശം. കുടുംബത്തിലോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ അന്നാരും വലിയ പണക്കാരോ വലിയ പഠിപ്പുള്ള ആളുകളോ ഒന്നുമില്ല. ഇന്ന് കാണുന്ന ഈ ലൈഫൊക്കെ അന്ന് ഞാൻ സ്വപ്നം കണ്ട സമയത്ത് ഞാൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത്യാഗ്രഹമാണ്, അത് ഇത്തിരി ഓവറല്ലേ. എന്നാൽ എനിക്ക് അന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമുക്ക് നാളെ എല്ലാം നഷ്ടപ്പെട്ടതൊന്നുമില്ല. കാരണം അത്രയധികം പില്ലർ അടിച്ച് വെച്ചേക്കുന്ന സ്ട്രക്ചറാണ്. ആരോഗ്യ ആയുസ് ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് ഈസിലി അച്ചീവബിൾ ആണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും വിളിക്കാൻ എവിടെയും സെലക്ട് ആവാനായിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല.
കിട്ടുന്ന പണിക്ക് ഇറങ്ങി പുറപ്പെട്ടോണം. ഒന്നിനെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് ജോലിയാണെങ്കിലും കരിയർ ആണെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. പലത് ചെയ്ത അനുഭവങ്ങൾ നേടുന്നത് വളരെ നല്ലതാണ്. കോൺഫിഡൻസ് ഉണ്ടാവും. ഞാനൊരു ഗോൾഡൻ ഉപദേശം തരാം. 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ എത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം, ഒരു പിക്ചർ ഇങ്ങനെ മനസ്സിലുണ്ടാക്കി വെക്കുക. അത് ഏതെങ്കിലും ജോലി കസേരയിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ പെൻഷൻ പറ്റുന്നതിനെ കുറിച്ചിട്ടോ ഒന്നുമല്ല. എന്നും ജോലി ചെയ്ത് മരിക്കാനായിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അന്നത്തെ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ചുറ്റുപാടുകളെക്കുറിച്ചിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും നിങ്ങളുടെ പവറിനെ കുറിച്ചിട്ടും നിങ്ങളുടെ സന്തോഷങ്ങളെക്കുറിച്ചിട്ടും ആസ്തികളെക്കുറിച്ചിട്ടും ഒക്കെ നിങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ മനസ്സിലിങ്ങനെ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ വേണമെങ്കിൽ ജീവിതത്തിൻ്റെ നാൾവഴികളിൽ ഓട്ടോ ഓടിക്കുന്ന പണിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഊബർ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ അതിലേക്ക് അങ്ങോട്ട് എത്തും. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം, അല്ല അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്നുമല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തും. അതിന് നമ്മൾ മൈൻഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവൻ എന്ത് ചെയ്താൽ പൈസ ഉണ്ടാക്കിയത്, അത് ഞാനങ്ങ് ചെയ്താലോ, അല്ലെങ്കിൽ അവൻ്റെ കുത്തിനെ പിടിച്ചിട്ട് അവനോട് ഇത് ചോദിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂഡിൽ നിൽക്കരുത്. പലപ്പോഴും വലിയ വിജയപ്രതീക്ഷയോടെ ഞാൻ ഇന്ത്യയിലുടനീളം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ പോയിട്ടില്ല കേട്ടോ. പിന്നെ ദുബായിൽ പോയ സമയത്ത് ഞാൻ ഓർത്ത് ശരിക്കും രക്ഷപ്പെട്ടു എന്നുള്ളത്. അന്ന് ആ നാട്ടിൽ പകുതി വേറെ പട്ടിണിയായിട്ട് ഒറ്റപ്പെട്ട ജീവിതമൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഞാൻ നയിച്ചിട്ടുണ്ട്. വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ കിട്ടിയ അനുഭവങ്ങൾ കാശിനേക്കാളും വളരെ മൂല്യമുള്ളതായിരുന്നു. അന്ന് അവിടെ ഒരു നല്ല ജോലിയിൽ സെറ്റിൽ ആവുന്നതിന് തൊട്ട് മുൻപ് ജസ്റ്റ് മിസ്സായി ഞാൻ പിന്തള്ളപ്പെട്ടു പോയി. അന്ന് എനിക്ക് വലിയ നിരാശയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അങ്ങനെ നടന്നതുകൊണ്ട് ഇന്ന് എനിക്ക് നാട്ടിൽ കുടുംബമൊത്ത് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇന്ന് പഠിക്കാൻ പോകാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം എൻറോൾ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് കൂടി ആവാനായിട്ടൊക്കെ പറ്റിയേക്കും. പണ്ട് ചുമ്മാ വെറുതെ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അതൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതൊന്നും വലിയ മാജിക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കഴിവുള്ളതുകൊണ്ടോ ഒന്നും അങ്ങനെയൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി അതിലേക്ക് നമ്മൾ എത്തിക്കോളും. മനുഷ്യനെ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങണം. അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ്, അതൊക്കെയാണ് നമ്മൾ ആർജിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ വിജയപാത കോപ്പി അടിച്ച് പുസ്തകം വായിച്ചിട്ട് ചുമ്മാ ആനമായില്ലത്ര രോമമുണ്ട്, കുറിഞ്ഞിപ്പുഴ പഞ്ചായത്തിന് അത്ര വീതിയുണ്ട് എന്നൊക്കെ കാണാപ്പാടം പഠിക്കുന്ന സമയത്ത് ഇത്തിരി ജോലിയൊക്കെ ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങണം, മനുഷ്യനൊക്കെ ആയിട്ട് ഇടപെടണം. അതുകൊണ്ട് ഈ നാട്ടിൽ പണിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന പ്രവണതയോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുകയാണ്. നിങ്ങളുടെ പണിക്കിടയിൽ എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് പഠിക്കാം, അതേപോലെ തന്നെ PSC എഴുതാം, അതൊക്കെ ബോണസായിട്ട് വേണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്ന വീഡിയോകളിൽ തൊഴിലില്ലായ്മയെ കുറിച്ചിട്ടൊക്കെ പറയും. അത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ അത് നോക്കിയിരുന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ എന്നേ. അതൊക്കെ ചോദിക്കാനായിട്ട് അതൊക്കെ തൊഴിലാക്കുന്ന ഒരു പിള്ളേർ പോലും ഉണ്ട്. പൊളിറ്റിക്സ് കരിയറായിട്ട് എടുക്കുന്ന ആളുകൾ എന്തൊക്കെ കഷ്ടതകൾ സഹിച്ചിട്ടാണ് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത്, എത്ര അടിയാണ് കൊള്ളുന്നത്. ഞാൻ വളരെ ക്രൂവലായിട്ട് തന്നെ പറയും, നിങ്ങൾക്കിപ്പോൾ ആരോഗ്യമുണ്ടോ, നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണോ, കൈയും കാലുമൊക്കെ ചലിക്കുന്ന ആളുകളാണോ, എന്നിട്ടും വരുമാനം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്, തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിയന്മാരാണ്. ഒരു കാലത്ത് ഞാനും എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകളും ചെയ്ത സാധാരണ പണികൾ ചെയ്യാൻ നിങ്ങൾക്ക് നാണക്കേടായതുകൊണ്ടാണ്. ജീവിതം വളരെ ലളിതമാണ് സുഹൃത്തുക്കളെ. അതിന് വേണ്ടത് നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രമാണ്. ഒരു പെർമനൻറ്റ് ജോലി, സ്റ്റേബിളായിട്ടുള്ള ഇൻകം, റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പെൻഷൻ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളുടെ മാക്സിമം ഒരു ചിന്ത. എന്നാൽ ഈ ചിന്താഗതിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ നമുക്ക് ഒരിക്കലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോൺ കണ്ടെത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കംഫർട്ട് സോണിൽ കിടക്കുന്നിടത്തോളം കാലം പുതിയ ഐഡിയകളോ വലിയ സാമ്പത്തിക വിജയങ്ങളോ നമ്മളെ തേടി വരില്ല. ഇന്ത്യയിലെയും ലോകത്തിലെയും വലിയ വ്യവസായികളുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കൂ. അവരാരും ഒറ്റ രാത്രി കൊണ്ട് വലിയ നിലയിലെത്തിയ ആളുകളൊന്നുമല്ല. എല്ലാവരും വളരെ ലളിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, ചെറിയ ബിസിനസ്സുകളിൽ നിന്ന് തുടങ്ങിയ ആളുകളാണ്. വിപണിയിലെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ട് റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറായി. റിസ്ക് എടുക്കാൻ മടിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനായിട്ട് ആവില്ല. നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ, അതിൽ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തുടങ്ങി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി ലോൺ എടുത്തിട്ട് അത് വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റി വയ്ക്കരുത്. നമ്മുടെ സൊസൈറ്റിയുടെ ഈ പിന്നോക്കാവസ്ഥയുടെ ചങ്ങല നമ്മൾ തന്നെ പൊട്ടിച്ചെറിയേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമൻറ്റുകളെയും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളെയും പൂർണ്ണമായിട്ട് അവഗണിക്കുക. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ സഹായിക്കാൻ വരാത്ത ആളുകൾക്ക് നിങ്ങളുടെ വിജയത്തെ ചോദ്യം ചെയ്യാനായിട്ട് എന്ത് അവകാശമാണുള്ളത്? നിങ്ങളുടെ ചിന്താഗതി വളരെ പോസിറ്റീവായിട്ട് മാറ്റുക. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടാതെ അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കോപ്പി അടിക്കരുത്. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരണം. മറ്റുള്ള ആളുകളുടെ വരുമാനത്തെയും വിജയത്തെയും കുറ്റം പറയുന്ന ഈ ടോക്സിക് സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ള ആളുകളെ ഇമ്പ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ കയ്യിലെ പണം കാണിച്ചല്ല. എന്തെങ്കിലും പണം ഉണ്ടാകുന്ന സമയത്ത് കാണിച്ചു കൊടുക്കാം, ഈഗോ ഹേർട്ടാവുമ്പോൾ കാണിച്ചു കൊടുക്കാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത വെറും അസൂയക്കാരായിട്ടുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് സ്വന്തം കരിയർ നശിപ്പിക്കരുത്. അതോടൊപ്പം ഈഗോ ഹേർട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നും എടുത്ത് തലയിൽ വെക്കരുത്. എന്ത് ജോലിയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, കിട്ടുന്ന ഏത് പണിയാണെന്നുണ്ടെങ്കിലും അത് അന്തസ്സോടെ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം.
അതിനോടൊപ്പം നമുക്ക് ആ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ജോലിയിൽ സ്ഥിരം നിൽക്കേണ്ടി വരില്ല. കേട്ടിട്ടില്ലേ ചില ആളുകൾ ഓട്ടോ ഓടിച്ചിട്ട് IAS എടുത്തു എന്നൊക്കെ പറയുന്നത്? അവർക്ക് ആ ഒരു വിഷൻ ഉള്ളതുകൊണ്ടാണ് ഓട്ടോ ഓടിക്കുന്നൊന്നും അവർ ചിന്തിക്കാത്തത്, അല്ലെങ്കിൽ ചെറിയ ജോലികൾ ചെയ്യുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കാത്തത്. കാരണം അതെല്ലാം അവരുടെ നാൾവഴികളിൽ ഒരു പടി മാത്രമാണ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾ മറന്നിട്ടുണ്ടാകും. പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ് ലൈഫും ചേർന്നിട്ട് PNB മെറ്റ് ലൈഫിൻ്റെ എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട് NFO ഇറക്കിയിട്ടുണ്ട്. നിക്ഷേപിക്കാനായിട്ടുള്ള അവസാന തീയതി ജൂലൈ 13 ചെറിയ നിക്ഷേപങ്ങളെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് വളരെ നിർബന്ധമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അത് നോക്കാം. നാണക്കേടുകൾ മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉറപ്പായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യാതിരുന്നിട്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തണ്ട. നന്ദി.